എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എന്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ച ചെമ്മീൻ ചേന മാങ്ങയിട്ട് തേങ്ങ അരച്ച കറിയാണ്. ഇനിയിപ്പോ ചോറിനും ചപ്പാത്തിക്കും വേണ്ട എന്തിന്റെ കൂടെ കഴിക്കാനും വളരെ സ്വാദുള്ള നല്ല കറിയാണ്. ഇതും തനിനാടൻ രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. ഇനിയിപ്പോ ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചേനക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കിലോ ചേന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ചേന നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ചേന എളുപ്പത്തിൽ വെന്ത് കിട്ടാനായിട്ട് ഒരു നുള്ള് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കഷ്ണങ്ങളൊന്ന് പെട്ടെന്ന് തിളച്ചു വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചേന തിളച്ചു വരുന്ന സമയം കൊണ്ട് ഇതുപോലെ അരമുറി നാളികേരം ഒന്ന് തിരുമിയെടുക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചേന ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളക്കുന്ന ചേനയിലേക്ക് ഒരു 15 കൊച്ചുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുവാണ്. ഇനി വേണ്ടത് എരിവിന് ആവശ്യമായ 5 പച്ചമുളകാണ്. പച്ചമുളക് ചേർക്കാം. ഇനി വേണ്ടത് ഒരു 2 കറിവേപ്പില, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി, അത് എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ചേന കഷ്ണങ്ങൾ നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും 250 ഗ്രാം അളവിൽ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇതിന്റെ ആ ഒരു കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെച്ചിരിക്കുവാണ്. ഈ ചെമ്മീനും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി തിളച്ച് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ പുളിക്കായിട്ടുള്ള ഒരു മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുടംപുളിയും ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേനയും ചെമ്മീനൊക്കെ നല്ലോണം തന്നെ തിളച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർക്കാം. ഇനി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കണം. കഷ്ണങ്ങളൊക്കെ വെന്ത് ഒന്ന് പാകമായി വരട്ടെ. വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ തന്നെ തിളച്ച് ഒന്ന് വന്നിട്ടുണ്ട്. ചെമ്മീനും മാങ്ങയും എല്ലാം ചേർത്തിട്ട് നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വളരെ രുചികരമായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചേന ചെമ്മീൻ മാങ്ങയിട്ട കറിയാണ്. വളരെ സ്വാദിഷ്ടമാണ്. ഈ ഒരു കറിയും എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ് കേട്ടോ. ഇനി ചെറിയ തീയിൽ തന്നെ ഇരുന്ന് ഇതൊന്നുകൂടെ വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തിരുമിയ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. തിരുമിയെടുത്തിട്ടുള്ള നാളികേരത്തില് 3 അല്ലി കൊച്ചുള്ളി മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചേനയും മാങ്ങ ചെമ്മീൻ ഇതെല്ലാം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള നാളികേരക്കൂട്ട് ചേർക്കാം. നാളികേരം അരച്ചെടുക്കുമ്പോൾ നല്ല വെണ്ണ പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നാളികേരം അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചാറിന്റെ കട്ടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചാറ് ഇത്രയും തന്നെ കട്ടിയായിട്ടാണ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചാറ് ചൂടായി കിട്ടുന്നത് വരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അരപ്പ് പിരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ചാറിന്റെ കട്ടി ഇത്രയും തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് നീട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ ഒരു അയവിനാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കറി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായിട്ട് വരും ചാറ്. ഈ ഒരു പാകമായാൽ പിന്നെ കറി നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ടൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ചേർക്കേണ്ടത് കൊച്ചുള്ളിയാണ്. ഒരു 5 അല്ലി കൊച്ചുള്ളി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. കൂടെ തന്നെ കുറച്ച് വറമുളക് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഇളക്കി നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മുരിയിച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ കറിയുടെ ചുടക്കം ഒന്ന് ആറി തണുത്ത് വരുന്ന മാത്രയിൽ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി വളരെ ടേസ്റ്റി ആയിട്ടും നല്ല കുറുകിയ പാകത്തിലേക്കുമാണ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെയും വീണ്ടും കാത്തിരിക്കുക.